ഇപ്പൊ അങ്ങോട്ട് പോണ്ട. എന്താ പോയാല് മതമിളകി ആന കുത്താൻ വന്നാലും നെഞ്ചു വിരിച്ച് നിൽക്കുന്നവനാണോ ഈ നാഗേന്ദ്രൻ? ഇടതുപക്ഷമെന്ന് നമ്മൾ കരുതുന്ന സോഷ്യൽ മീഡിയയിലെ പല ഗ്രൂപ്പുകളെയും വിലക്ക് വാങ്ങുകയാണ്. ചെങ്കോട്ട, ചെങ്കത്, പോരാളി ഷാജി, ചെങ്കോട്ട, ചെങ്കത്, പോരാളി ഷാജി. നീ ഉണ്ടായിട്ടുള്ളൂട്ടാ നീ മാത്രം ഉണ്ടായുള്ളൂട്ടാ. അത്തരം ഗ്രൂപ്പിന്റെ അഡ്മിന്മാരായി പ്രവർത്തിക്കുന്നവർ ആ അഡ്മിനെ വിലക്ക് വാങ്ങുകയാണ്. ഇപ്പൊ നിന്നെ ആരെങ്കിലും കെട്ടിയെടുത്തേ? നിനക്ക് നാട്ടിൽ നിന്നാ പോരെ? ഇടതുപക്ഷ വിരുദ്ധ CPM വിരുദ്ധ പോസ്റ്റുകളാണ്. ഭീകരനാണോൻ ഭീകരൻ, കൊട്ടും ഭീകരൻ പറഞ്ഞു വരുമ്പോ എന്റെ ഒരു പഴയ ശിഷ്യരായിട്ട് വരും. CPM പാല് കൊടുത്തു വളർത്തിയ മൂർഖന്മാരല്ലേ ഈ പോരാളി ഷാജിയും ചെങ്കോട്ടയും ചെങ്കതിരൊക്കെ നിയന്ത്രിക്കുന്നത്? ചതിച്ച് പാല് കൊടുത്ത് വളർത്തിയ കൈക്കെന്നെ കൊത്തി. ഈ മേഖലയിൽ തിരുത്തൽ വേണമെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഇതിനു മുമ്പും ഈ സൈബർ കൂട്ടങ്ങളെ എത്രയോ പേരെ ആക്രമിച്ചു. ഇപ്പോ കോൺഗ്രസിന്റെ ആളുകളെ ആക്രമിച്ചത് പോകട്ടെ, ഇപ്പൊ കോൺഗ്രസിന്റെ ചാനൽ ചർച്ചയിൽ വരുന്ന ആളുകളെ മുഴുവൻ ആക്രമിച്ചിട്ടുണ്ട്. എനിക്കിതൊക്കെ ഒരു ത്രില്ലായിട്ടാ തോന്നുന്നത്. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു തമാശയൊക്കെ വേണ്ടേ? കോൺഗ്രസിന്റെ വനിതാ പ്രവർത്തകരെ പലരെയും ആക്രമിച്ചിട്ടുണ്ട്. മാധ്യമ പ്രവർത്തകരെ, ഇപ്പൊ ഹാഷ്മി ഉൾപ്പെടെയുള്ളവരെ. പറഞ്ഞിട്ട് എന്താ കാര്യം? എന്ത് ചെയ്താലും നന്നാവില്ലെന്ന് പറഞ്ഞ് ഈ ലോകത്ത് കുറെ എണ്ണം അവതരിച്ചിട്ടുണ്ട്. താങ്കളുടെ ഇൻട്രോയിൽ പറഞ്ഞത് താങ്കൾ ഉൾപ്പെടെയുള്ളവരെ എത്ര പേരെ SDPI ആക്കി, അല്ലെങ്കിൽ ഹിന്ദു നാമധാരികളെ എത്ര പേരെ RSS ആക്കി? ഞാൻ നിനക്ക് ശക്തമായിട്ട് കുറച്ച് ഉപദേശം തരാൻ പോവാ. എനിക്കാ ഇതൊക്കെ ചെയ്ത സൈബർ കടന്നൽ കൂട്ടങ്ങൾ, ഇവരുടെ സൈബർ ഗ്രൂപ്പിന്റെ പേര് കടന്നൽ കൂട്ടം എന്നാണ്. അയാൾ നമ്മൾ വിചാരിച്ച ഒരു കച്ചവടക്കാരനല്ല. എത്രയോ കടന്നൽ കൂട്ടങ്ങളുണ്ട്. ഈ കടന്നൽ കൂട്ടങ്ങളെ നിയന്ത്രിക്കാൻ നാളിതുവരെ സാധിക്കാത്തതുകൊണ്ടായി ഞാനല്ലേ കൂടെ ഉള്ളത്. എല്ലാറ്റിനും നമുക്കൊരു വഴി ഉണ്ടാക്കാം. ഇപ്പൊ റഹീമിനെ പരസ്യമായി പോരാളി ഷാജി പേജിലൂടെ വെല്ലുവിളിച്ചത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. ഇനി ഒരു 100 പേര് വന്നാലും എനിക്കൊരു പ്രശ്നമേ അല്ല. അതാണ് കുമാറിന്റെ സ്റ്റാർമിന. എന്നിട്ട് എന്തുകൊണ്ട് ഈ പേജിന്റെ അഡ്മിനെ കണ്ടെത്താൻ സംസ്ഥാന സർക്കാരിന് സാധിച്ചിട്ടില്ല? ഇന്ന് ശ്രീ MV ജയരാജന്റെ പടം ഇട്ടുകൊണ്ട് പറഞ്ഞിരിക്കുന്ന വസ്തുതാപരമായ കുറെ കാര്യങ്ങളുണ്ട്. അത് അവിടെ നിൽക്കട്ടെ. ഏറ്റവും അവസാനം പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ആരും പണം വാങ്ങുന്നവരോ അല്ലെങ്കിൽ പണം മേടിച്ച് ബിനാമി ബിസിനസ് നടത്തുന്നവരോ അല്ല എന്നുള്ളതാണ്. ഒരു ഡിഫമേറ്ററി കേസ് ചാർജ് ചെയ്ത് ഈ പോരാളി ഷാജിയുടെ അഡ്മിന്മാരെ പിടിച്ച് ജയിലിലാക്കട്ടെ. ഇതിനകത്തെ ഒരു ത്രില്ലില്ല. ആ അഡ്മിന്മാരെ കണ്ടെത്താൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? ഈ പാർട്ടി അവർക്ക് പൂർണ്ണ പിന്തുണ നൽകി, നാളിതുവരെ പൂർണ്ണ പിന്തുണ നൽകി. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? നിങ്ങൾ പാല് കൊടുത്തു വളർത്തിവിട്ട മൂർഖൻ പാമ്പുകളാണ് ഇന്ന് നിങ്ങളെ തന്നെ കടിച്ചത്. സോറി, അറിഞ്ഞോണ്ടല്ല, മനഃപൂർവ്വമല്ലേ. ഇപ്പോ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, അദ്ദേഹം ഈ ധാർഷ്ട്യവും അഹങ്കാരവും തുടരണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. അതൊക്കെ ഈ PP ശശിയുടെ നാടൻ ശൈലിയല്ലടോ. കാരണം അത് എത്രമാത്രം തുടരുന്നോളും ഞങ്ങൾക്ക് അത്രമാത്രം ഗുണം കിട്ടുമെന്ന് വിശ്വസിക്കുന്ന ആളാ ഞാൻ. അയാൾ അവിടെ ഇവിടെ എങ്ങനെയൊക്കെ നടന്നോട്ടെ, ബുദ്ധിക്ക് ഒരു 5 പൈസ കുറവുള്ള ആളാ. അയാൾ എന്താ എപ്പോഴാ ചെയ്യണെന്ന് പറയാൻ പറ്റില്ല. അപ്പോ ഇതൊക്കെ കിട്ടുമ്പോൾ, സ്വയം തിരിച്ചു കിട്ടുമ്പോൾ ഇതൊക്കെ പഠിക്കുമെന്നുള്ളതാണ് ഈ പോരാളി ഷാജിമാരുടെ കേസിൽ മനസ്സിലാക്കുന്നത്. കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ തോന്നേണ്ടത് തോന്നാൻ ഇത്തിരി സമയം നല്ലതാ. ഈ പാർട്ടി ഇത്രമാർ യജമാനന്മാരുടെ സേവ മാത്രം ചെയ്യുന്ന കുറെ അണികളുള്ള പാർട്ടിയായി ഇത് അധപ്പതിച്ചു. ഇതൊന്നും വെളി പറയരുത് കേട്ടോ, നാണക്കേടാണ്. സജീഷിന് പോലും പിണറായി വിജയൻ എന്ന അമ്പ്രാന്റെ മുമ്പിൽ ഓശാനിച്ച് നിൽക്കേണ്ട ഇതിന്റെ കുഴപ്പം. മോനെ അപ്പൊ നാളെ